മഴയിൽ കനത്ത കൃഷിനാശം. നെന്മാറ കരിങ്കുളത്ത് 1/2 ഏക്കർ കൈപ്പയ്ക്ക കൃഷി നശിച്ചു. 4 പെൺകുട്ടികളാണ്. ഒരു വഴിയില്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ 4 ആളെയും കല്യാണം കഴിച്ചു കൊടുത്ത് 2 ആളും കൂടി ചെയ്തിട്ടായിരുന്നു കഴിയണം. അത് പാഴായി പോയില്ലേ. ഒരാൾ ഒന്നിന് ചെയ്യാനും കൂടി വരാൻ ആളില്ല. കഷ്ടം, ഞങ്ങൾക്ക് നല്ല കഷ്ടമുണ്ട്. 2 ആൾക്കും ഞങ്ങൾ അയാൾക്ക് 70 വയസ്സായി, 72ആയി, എനിക്ക് 63ആയി. ഞങ്ങൾ 2 ആളും കൂടി ഇത് കഷ്ടപ്പെട്ട് ചെയ്യുമായിരുന്നു. വേനലിലൊക്കെ വെള്ളം കോരി 2 ആൾക്കും കാൽവേനയും കൈവേനയും എന്നിട്ട് വെള്ളമൊക്കെ കോരി നനച്ചുണ്ടാക്കിയതാണ്. ഇത് പോയില്ലേ. സങ്കടമാണ്. കടവൊന്നുമില്ല. പണ്ടൊന്നും അവിടെ നിന്ന് ഇവിടുന്ന് കടവ് എടുത്തിട്ടാണ് പാട്ട പൈസ തന്നെ നല്ല പൈസയാണ്. 22,000 23,000 ഒക്കെയാണ് പാട്ട. 25,000 വരെ കൊടുക്കണം അവർക്ക്. കരിങ്കുളത്ത് 1/2 ഏക്കറോളം സ്ഥലത്ത് പാട്ടത്തിന് കൃഷി നടത്തുന്ന ദമ്പതികളുടെ വിളയാണ് നശിച്ചത്. വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും കാറ്റിലും മഴയിലുമാണ് കൃഷിക്ക് കാര്യമായ നാശം നേരിട്ടത്. കരിങ്കുളത്ത് ശിവമണിയുടെയും ഭാര്യ രാധയുടെയും കൃഷിയാണ് പൂർണ്ണമായും നശിച്ച് വെള്ളത്തിലായത്. 1 ലക്ഷത്തോളം രൂപ ചെലവാക്കിയതിൽ കിട്ടിയത് വെറും 10,000 രൂപ മാത്രം. ഇനി വിളവെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അതോ പൂക്കും കായുള്ള സമയമാണ്. 4 വലിയ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് മാറിയില്ല. എന്ത് കാണിക്കുന്ന ഒരു പിടിയില്ലാണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സഹായിച്ചാണെങ്കിൽ എന്തെങ്കിലും കടമെങ്കിലും വീട്ടായിരുന്നു. കടം വീട്ടാനും വഴിയില്ല, ഒന്നിനും വഴിയില്ല. അയാൾക്ക് പൈസയായി, എനിക്ക് പൈസയായി. ഞങ്ങൾ ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയത് നശിച്ചു പോയില്ലേ. ഇവരുടെ ഏക വരുമാന മാർഗമാണിത്. കടം വാങ്ങിയാണ് കൃഷി നടത്തിയത്. കടം വീട്ടാൻ മറ്റു വഴികളില്ലെന്നാണ് ശിവമണി പറയുന്നത്. ഞാൻ പാടത്തിനടുത്ത കൃഷിയാണിത്. 45,000 രൂപ പാട്ടം 1 ഏക്കർക്ക്. 4 ഏക്കർ പന്തൽ വീണത് 2-3 വലിയായിട്ടുള്ളൂ. എനിക്ക് 3-4 പെൺകുട്ടികളാണ്. ആകെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുകയാണ്. ഈ കടം വീട്ടാൻ അടക്കം ഒരു വഴിയില്ലാതെ ആയി. അതാണ് എൻ്റെ അവസ്ഥ. ആകെ പന്തലും വീണ് ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഈ വാങ്ങിച്ച കടങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ, അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പന്തൽ ആകെ നിലംപഴിച്ച് ഇതായി നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാതെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അനുകൂലമായി. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത്. വയസ്സായ ആൾക്കാരാണ്. ഞാനും ഭാര്യയും 67 60 വയസ്സായ ആൾക്കാരാണ്. ഈ കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നാണ് ഞാൻ. എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ പറഞ്ഞിട്ട്. അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമല്ല. അത് അപ്പോഴേക്കും പന്തലും വീണ് പോയി. ഈ പാട്ടക്കാശം കൊടുക്കാൻ വഴിയില്ല, ചിലവ് കാശം ഒന്നിനും പറ്റാതായി. 2 ദിവസത്തിനകം വിളവെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൈറാടിയിലും 1/2 ഏക്കറോളം കൈപ്പയ്ക്ക കൃഷി വ്യാപകമായി നശിച്ചിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.